അപ്പോൾ ഇത്രയും വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു യാത്രയ്ക്ക് എത്ര രൂപ ചിലവ് വരുന്നതാണ് ഉദ്ദേശം? സി ഞാൻ ചെയ്തിരുന്ന രീതിയിലായിരിക്കണമെന്നില്ല എല്ലാവരും ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ രാവിലെ ഉള്ള ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് വളരെ കുറവാണ്. പക്ഷേ വെള്ളം ഇഷ്ടം പോലെ കുടിക്കും, ജ്യൂസുകൾ കുടിക്കും. ഹെവി ഫുഡ് കഴിക്കുന്നത് ഒരു നേരമാണ്. അപ്പോൾ ഫുഡിന് നിങ്ങൾക്ക് എക്സ്പെൻസ് നിങ്ങളുടെ ഡിപ്പെൻസ് നിങ്ങൾ എത്ര ഇത് വരുന്നു. ബൈക്കിലാണെങ്കിൽ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും. ആ ഫുൾ ടാങ്ക് പെട്രോൾ ഇപ്പം ചില സ്റ്റേറ്റിൽ, ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ റേറ്റ് കൂടുതലായിരിക്കാം. ചണ്ഡീഗഡ് യൂണിയൻ ടെറിട്ടറി ആകുമ്പോൾ അവിടെ കുറവാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ പെട്രോൾ ഫില്ല് ചെയ്തൊക്കെ പോകും. എനിക്ക് തോന്നുന്നു അന്ന് എനിക്കെല്ലാം കൂടെ 1,00,000 രൂപയോ 1,15,00,000 രൂപയാണ് ആയത്. ഇന്നാകുമ്പോൾ അത് 2,00,000 രൂപയാവും. ഇന്നത്തെ പെട്രോളിൻ്റെ വിലയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് എനിക്ക് തോന്നുന്നു 50-70 രൂപയോ എന്താ അകത്തേ ആയിരുന്നുള്ളൂ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, വിത്ത് ഓയിൽ. ഇന്നാകുമ്പോൾ അതിൻ്റെ അനുസരിച്ച് കൂടും. പിന്നെ നമ്മൾ താമസിക്കാൻ എടുക്കുന്ന ഹോട്ടൽസ് അത് എങ്ങനത്തെ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ റോഡ് സൈഡിൽ ഒരു കട്ടിൽ കിട്ടിയാൽ ഞാൻ കിടക്കും. എനിക്കതിലൊരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക്, എനിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് വളരെ കമ്പൽസറിയാണ്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പണ്ടത്തെ പോലെയല്ല, എല്ലാ ഫ്യൂൽ സ്റ്റേഷൻസിലും നമുക്ക് ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം ക്ലീനാണ്, എൻ്റെ അറിവിൽ അത്യാവശ്യം ക്ലീനാണ്. അപ്പം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം സ്റ്റേയുടെ എക്സ്പെൻസ് മാക്സിമം കുറയ്ക്കുക. നൈറ്റ് കഴിവതും വണ്ടി ഓടിക്കാതിരിക്കുക. മാക്സിമം ഒരു 7 മണി 8 മണിക്കകത്ത് ഒരു ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെക്ക് ഇൻ ചെയ്യുക. രാവിലെ ഏർലിയർ ദ ബെറ്റർ. ഒരു 4 മണിക്ക് എണീക്കുക. റഷായിട്ടൊന്നും ഇറങ്ങണ്ട. റിലാക്സ്ഡ് ആയിട്ടൊരു 5 മണിയാകുമ്പം വണ്ടി ഓടിച്ചു തുടങ്ങുക. രാവിലെ കുറച്ച് ട്രക്സിൻ്റെ ഒരു പ്രശ്നം കാണും. അതിൽ പേടിയുള്ളവർ അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ആ സമയത്ത് ഇറങ്ങരുത്. കുറച്ചും കൂടെ ആയിട്ട് ചെയ്യുക. അല്ലാതെ ആണെങ്കിൽ ട്രക്സിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊന്നും അങ്ങനെ പ്രശ്നമുള്ളതല്ല, ട്രക്സ് ഒന്നും അങ്ങനെ പ്രശ്നമുള്ളതല്ല. അപ്പോൾ അങ്ങനെ അങ്ങ് ഇറക്കുക. അപ്പോൾ എക്സ്പെൻസ് നമുക്ക് ഒരുപാട് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കഴിവതും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അവിടെ പോയി നിൽക്കരുത്. കാരണം സമയത്തിന് ഇറങ്ങാനും പറ്റില്ല. സമയത്തിന് പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാകും. മറ്റേതാണെങ്കിൽ നിങ്ങൾക്കൊരു 500 രൂപ 700 രൂപയ്ക്കൊക്കെ റൂം ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ കവർ ചെയ്ത് പോവുക. പിന്നെ നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ഡേയ്സ് സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലഡാക്കിൽ പോയപ്പോൾ 6 ദിവസം അവിടെ നിന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. 6 ദിവസവും അവിടെ തികഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ദ്രാസ്, കാർഗിൽ എല്ലാം അധികം കറങ്ങിയില്ല. ഈ ടൈഗർ ഹില്ലൊക്കെ ദൂരെ നിന്ന് കണ്ടതൊക്കെ ഉള്ളൂ. അത് അല്ലാതെ അവിടെ പോയി കാണാനൊന്നും പറ്റില്ല. പിന്നെ ശ്രീനഗർ ആണെങ്കിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുള്ളൂ. അപ്പം കാരണം നമുക്ക് റഷ് തുടങ്ങി. പിന്നെ അമൃത്സർ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ജയ്പൂർ കുറേ കണ്ടിറങ്ങി. പക്ഷേ രാജസ്ഥാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കറങ്ങിയാൽ സ്ഥലം തീരില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പക്ഷേ നമ്മുടെ ഇതുണ്ടല്ലോ, എൻ്റെ പേര് ഗുജറാത്തിൽ ഇപ്പോഴൊക്കെയാണ് മറ്റേ ഇതൊക്കെ വന്നത്, മറ്റേ പട്ടേലിൻ്റെ പ്രതിമയൊക്കെ വന്നത്. അന്നതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇനി വേണമെങ്കിൽ രണ്ടാമത് പോയി കാണണം. അല്ലാതെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരുപാട് കറങ്ങി കാണണമെന്ന് ആഗ്രഹം തോന്നിയ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ലഡാക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല. ഇനിയും എൻ്റെ ഉണ്ട്, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇനി എനിക്ക് ഈസ്റ്റേൺ സൈഡ് അരുണാചൽ ഒരു പ്ലാനുണ്ട്. പിന്നെ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പെട്ടിയോട്ടക്കാരുടെ നമ്പറും അഡ്രസ്സൊക്കെ വാങ്ങിച്ചിരിക്കണം. വണ്ടിയിൽ എവിടെ എന്തെങ്കിലും പറ്റിയാൽ അവിടെ നന്നാക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. ആഗ്രഹമുണ്ട് പോകാൻ. പോവും. അത് എപ്പോഴ് എങ്ങനെ എന്ന് എൻ്റെ മനസ്സിലുണ്ട്, പറയാറായിട്ടില്ല. അപ്പം നിലവിലത്തെ കണ്ടീഷൻ വെച്ച് 2 സ്ട്രോക്ക് വണ്ടികളൊക്കെ ഇപ്പോഴും അവിടെ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ. കാരണം ഡീസൽ വണ്ടികളൊക്കെ നിരോധിച്ചു, പൊല്യൂഷൻ്റെ പേര് പറഞ്ഞിട്ട്. ഒരു 2 സ്ട്രോക്ക് വണ്ടി കൊണ്ടുപോകുമ്പോൾ എന്തായാലും ഒരു ചോദ്യം വരില്ലേ? നിരോധിച്ചത് ഡൽഹിയിലാണ് എൻ്റെ അറിവിൽ. ബാക്കി ഒരിടത്തും ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഡൽഹിയിൽ ആ വഴി പാസ് ചെയ്ത് വരാമോ എന്നുള്ളത് എനിക്കിപ്പം ഒരു ക്വസ്റ്റ്യനാണ്. എനിക്കത് അറിയില്ല ഡൽഹിയിൽ. പക്ഷേ ഇപ്പോഴും എൻ്റെ എനിക്ക് ഡൽഹി അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സിറ്റിയല്ല. എനിക്ക് ടു ബി ഓണസ്റ്റ് എനിക്കത് അത്ര കണ്ടുകൂടാത്തൊരു സ്ഥലമായിട്ട് തോന്നി. അതിനെക്കാട്ടിലും ഫാർ ബെറ്ററാണ് ചണ്ഡീഗഡ്. ഡൽഹി ഒരു ഷോപ്പിംഗ് ഏരിയ എന്നുള്ളതല്ലാതെ എനിക്ക്, പിന്നെ ഞാൻ ഡൽഹിയിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റെഡ് ഫോർട്ടും ഇതും കുത്തുബ് മിനാറും ഒക്കെ തന്നെയാണ് കണ്ടത്. അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പാർലമെൻറ്റ് കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ത്രില്ലും തോന്നിയില്ല. ഞാൻ പോയ സമയത്തിൻ്റെ ആണോ, ചൂട് ഭീകരമായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഓഗസ്റ്റിലായിരുന്നു, നല്ല ചൂടായിരുന്നു. അല്ല, ഞാൻ മൊത്തം 6-7 പ്രാവശ്യം പോയിട്ടുള്ളതിൽ ഞാൻ നന്നായിട്ട് ഡൽഹി ഇറങ്ങിയത് ഒരു തവണയാണ്. ബാക്കിയെല്ലാം അവിടെ കൂടി പാസ് ചെയ്ത് പോയതൊക്കെ ഉള്ളൂ. അല്ലാതെ ഡൽഹി എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമൊന്നുമല്ല. അവിടെ അല്ലാതെ വേറെ അരുണാചലിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞില്ല.
പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ത്രിപുര അങ്ങനെ ഒരു കാണാൻ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് മേഘാലയ കറങ്ങണമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അവിടെ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് ഇപ്പം അതെല്ലാം ഒന്ന് ഒതുങ്ങി നല്ല ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ മണിപ്പൂരും ലിസ്റ്റിലുണ്ട്. മെയിനായിട്ട് അരുണാചൽ, ഡാർജിലിംഗ് ഞാൻ അല്ലാതെ ബൈക്കിലല്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ അതും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമാണ് സിക്കിം, ഡാർജിലിംഗ്. അപ്പം സാറിൻ്റെ സേഫ്റ്റിയും ബൈക്കിൻ്റെ സേഫ്റ്റിയും ഒക്കെ സാറ് പറഞ്ഞു. അപ്പം ലഗേജിൻ്റെ സേഫ്റ്റി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഞാൻ 2 പ്രാവശ്യമാണ് ബൈക്കിൽ ഈ നോർത്ത് സൗത്ത് അടിച്ചത്. അപ്പോൾ സാഡൽ ബാഗ് എന്ന് പറഞ്ഞൊരു ബാഗ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ബാഗിൽ 2 ട്രാക്ക് സ്യൂട്ട്, ഒരു 4-5 ടീഷർട്ട്, കുറച്ച് സ്പെയേഴ്സ്, 2 കുപ്പി വെള്ളം, മറ്റേ മിനറൽ വാട്ടർ അല്ല, അല്ലാത്തൊരു കട്ടിയുള്ള 2 കുപ്പി ഇത്, ഓയില്, പിന്നെ ഒരു സൈഡിൽ കുറച്ച് സ്പെയേഴ്സ്, കേബിൾസ്, ഇത് ഇത്രയായിരുന്നു. പിന്നെ കാരിയർ അല്ലാതെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. കാരണം പെട്രോൾ കുറച്ച് റിസർവ് വാങ്ങിച്ച് വയ്ക്കാനായിട്ട് അങ്ങനെ ഒരു കാരിയർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ട്രിപ്പിൽ. പിന്നെ ഇത് ഇത് ലഗേജിൻ്റെ സേഫ്റ്റി ഒന്നും അങ്ങനെ ഒന്നും പറയാനായിട്ട് നമ്മൾ വിലപിടിപ്പുള്ളതൊന്നും കൊണ്ടുപോകുന്നില്ല. അത് തന്നെ ബഞ്ചി കോഡ് ഇട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ കിട്ടുന്നത്. പിന്നെ അതൊരു സേഫ്റ്റി, ചാരി ഇരിക്കാനും നമുക്ക് പറ്റും. ഈ മേളിലൊരു സോഫ്റ്റ് ഒരു ഇത് വെച്ച് കഴിഞ്ഞാലൊരു കുഷ്യൻ പോലെ അതൊരു എഫക്റ്റ് കിട്ടും. അപ്പം അത് എനിക്ക് റൈഡിങ് ഗിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഒരു ജാക്കറ്റ്, റൈഡിങ് ഗിയറിലൊരു അപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലോവർ ഇല്ലായിരുന്നു. പിന്നെ ആംഗിൾ ഗാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ഒരു 1200 രൂപയുടെ സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റായിരുന്നു ഞാൻ ഫസ്റ്റ് പോയപ്പം. രണ്ടാമത് പോയപ്പോഴും ഒരു 2000 രൂപയുടെ ഹെൽമെറ്റ് തന്നെയായിരുന്നു. ഹെൽമെറ്റ് ചണ്ഡീഗഡിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടുത്തെ നിന്ന് ഒരു 300 രൂപ വില കുറവായിരുന്നു. അപ്പം ഫസ്റ്റ് പോയത് എല്ലാം വില കുറഞ്ഞ ഇതായിരുന്നു. എൻ്റെ യൂട്യൂബിൽ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ അതൊക്കെ ഉണ്ടോയെന്ന് പോലും അറിഞ്ഞില്ല. പലരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ഫസ്റ്റ് ട്രിപ്പിൽ എൻ്റെ ഷൂ ഫുള്ള് ചെളി കയറി നശിച്ച് അങ്ങ് അറ്റമായി. അപ്പോൾ രണ്ടാമതൊരു ഷൂ വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പൈസ ഉണ്ടോയെന്ന് വെച്ചുകൊണ്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു. അപ്പം ഞാൻ സാധാരണ ഒരു ഫ്ലിപ്പോൺസ് അല്ല, ഒരു സാധാരണ ഒരു ചെരുപ്പ്, ഒരു വള്ളിയുള്ള ഒരു സാധാ ചെരുപ്പിട്ടാണ് ഞാൻ തിരിച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ ഡൽഹിക്ക് ശേഷം ഇങ്ങോട്ട് ഓടിച്ചത്. അപ്പോൾ കാലൊക്കെ കുറേ കഴിയുമ്പോൾ പഴുക്കും, കാൽപാദമൊക്കെ. ആ സമയത്ത് ഐസ് വാട്ടർ വാങ്ങിച്ച് കുറേ കുടിക്കും, കുറേ ദേഹത്ത് കൂടെ ഒഴിക്കും, പിന്നെ കാലിൽ ഒഴിക്കും. കാരണം അത്ര ചൂടായിരുന്നു ആദ്യത്തെ ട്രിപ്പ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഈ ചപ്പലിട്ടാണ് ഈ വണ്ടി ഓടിക്കണമെന്ന്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയ അട്ടാസൊക്കെ ആയിരുന്നു, വലിയ ഷൂ ഒക്കെ ആയിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ പറ്റി. അതേപോലെ എനിക്ക് എണ്ണാൻ പറ്റാത്തതാണ് മൈസൂർ ട്രിവാൻഡ്രം അടിക്കുന്നത്. കാരണം എൻ്റെ ബൈക്ക് എന്ന് പറയുന്നത്, ഞാൻ ഒരു കാർബറേറ്റർ ട്യൂൺ ചെയ്യണമെങ്കിൽ പോലും ഞാൻ മൈസൂരിൽ കൊടുത്താലേ എനിക്കത് തൃപ്തിയുള്ളൂ. അവിടെ ഒരു ഷംഷേർ അഹമ്മദുണ്ട്, എല്ലാവർക്കും അറിയാം, SD ഉള്ള സ്ഥലവർക്കും അറിയാം. ഷമയുടെ അടുത്ത് പോകുന്നു, വണ്ടി പണിയാനായിട്ട് ലോറി കയറ്റി വിടും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എല്ലെങ്കിലും കയറ്റി വിടും. ഫുള്ള് ശരിയാക്കുമ്പോൾ ഞാൻ പോകുന്നു, അതിന് മുമ്പേ പൈസയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്യും. ചില സമയത്ത് കടവും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വണ്ടി ഓടിച്ചിങ്ങ് വരും. അപ്പോൾ അതും എനിക്ക് എണ്ണാൻ പറ്റില്ല എത്ര പ്രാവശ്യം ഒന്ന്. കൊടൈക്കനാലൊക്കെ എന്ന് വെച്ചാൽ ഒരു 10 പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറയാം. ഊട്ടി ഒരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറയാം. ഗോവ ഒരു തവണ, ബാംഗ്ലൂർ ഒരു 4-5 തവണ പോയിട്ടുണ്ടാവും. അതിൽ മൂന്നാർ മാത്രം എനിക്ക് എണ്ണാൻ പറ്റില്ല. അതുപോലെ കൂർഗും എനിക്ക് തോന്നുന്നൊരു 10 പ്രാവശ്യത്തിനുള്ളിൽ പോയിട്ടുണ്ട്. എനിക്ക് എത്ര എന്നുള്ളത് അതും എനിക്കറിയില്ല. മൂന്നാർ എന്ന് പറയുമ്പോൾ മൂന്നാർ ടൗൺ എന്നല്ല, ഇടുക്കി മൊത്തത്തിൽ ആസ് എ ഹോൾ, അതിൽ വാഗമൺ വരാം, അങ്ങനെ പലതും വരാം. അപ്പോൾ അങ്ങനെ കുമളി എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സ്ഥലമായിരുന്നു. കേരളത്തിൽ എനിക്ക് പോകാൻ ഇഷ്ടമല്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത്, എനിക്ക് ടൂറിസ്റ്റ് പ്ലേസിൽ എല്ലാവരും പറയും കുമളി കിടിലമാണെന്ന്. എനിക്ക് അത്ര വലിയ ത്രില്ല് തോന്നിയിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ ഒരു പുതുതായിട്ട് ഇപ്പം ഒരു വിൻറ്റേജ് ബൈക്കില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളിനോട് എന്താണ് സാറിന് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? യെസ്, അതിലെനിക്ക് പറയാനുള്ളത് ഒരാളുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. ഇതെന്ന് പറയുന്നത് ഒരു യാത്ര പോകാൻ പൂർണ്ണമായിട്ട്, അല്ലാതെ 10 പേർക്ക് ഇൻസ്റ്റയിലൊരു റീലിട്ട് പേരെടുക്കാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഇത്, നമ്മളിപ്പോൾ ചില പയ്യന്മാരായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും എന്ത് ചെയ്താലും അതിൽ ഉടനെ ഒരു റീലിട്ട് അതിൽ റീച്ച് കൂട്ടി
ഫോളോവേഴ്സിനെ കൂട്ടി ഈ ഒരു ഐഡിയ ഉള്ളവൻ പോകുന്നതും എന്നെപ്പോലെ ഉള്ളവൻ പോകുന്നതും തമ്മിൽ ആനയും ആടിൻ്റെയും വ്യത്യാസമുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് തന്നെ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ ചോദിക്കും, നിങ്ങൾ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെന്ന് ചിലപ്പോൾ സമയത്ത് ഞാൻ ഓർക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റ എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും പണ്ടൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളുടെ മനസ്സിൻ്റെ തൃപ്തിയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ബൈക്കിൽ ഒരു ലോങ് പോകാനൊരു താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യു ഫോഗറ്റ് അബൌട്ട് ദ ബൈക്ക്, ഐ മീൻ ദ മോട്ടോർ ബൈക്ക്, യു ഫോഗറ്റ് അബൌട്ട് ദ എക്സ്പെൻസ്. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ഏൺ ചെയ്യുക. എന്നിട്ട് ആ പൈസ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മൂന്നാർ പോകണം, നിങ്ങളുടെ കയ്യിൽ പെട്രോൾ അടിക്കാൻ കഴിഞ്ഞിട്ട് 2000 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും, പെട്രോളിൻ്റെ എക്സ്പെൻസ് അല്ലാതെ. നിങ്ങൾ ഏത് ബൈക്കായിരുന്നാലും നിങ്ങളത് ഇഷ്ടപ്പെട്ട് ഓടിച്ചാൽ മതി. ഞാനൊരു ഇൻസിഡൻറ്റ് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പുള്ളിയുടെ പേര് വെങ്കട്ടരാമനെന്നോ വെങ്കടേശെന്നോ അങ്ങനെ എന്തോ ആണ്. വെങ്കട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ്. ഞാൻ ഫസ്റ്റ് കർദുങ്ല പാസ്, ഇപ്പോഴതിനുശേഷം സമീക്ല പാസ് അങ്ങനെ വേറെ കുറച്ചൊക്കെ വന്നു. അന്ന് കർദുങ്ല പാസിൽ പോകുന്നവനാണെങ്കിൽ മറ്റേ എവറസ്റ്റ് കീഴടക്കിയ അഹങ്കാരത്തിലാണ് നിൽക്കാറ്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഞങ്ങളുടെ കൂട്ടത്തിലല്ല, ഞങ്ങൾ എവിടെയോ ഈ കർദുങ്ലയിൽ പോകുന്നതിൻ്റെ ഇടയിൽ അത്രയും മറ്റേ ടാറിങ്ങൊന്നും ഇല്ല, ഫുള്ള് കല്ല്, ഉരുളൻ കല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ചാടി ചാടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ എവിടെയോ സ്റ്റക്കായിട്ട് നിന്നപ്പോൾ ഒരു ഭയങ്കര സൗണ്ടും പുകയോട് കൂടി ഒരു വണ്ടി ഞങ്ങളങ്ങ് പാസ് ചെയ്ത് കയറും. അപ്പോൾ യവ ആരടാന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ നിന്ന് ഞങ്ങൾ ശ്രദ്ധിക്കില്ല അത് ഏത് വണ്ടി എന്നൊന്നും അറിയില്ല. തിരിച്ച് മേളിൽ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കി കണ്ട് ഏങ്ങിപ്പോയി ഒരു ആൾക്കൂട്ടം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഒരുത്തൻ MIT-യിലാണ് വന്നിരിക്കുന്നത്, ചെന്നൈയിൽ നിന്ന് ഒരുത്തൻ MIT-യിൽ അവിടെ ഓടിച്ച് തിരിച്ച് പുള്ളി IT സെക്ടർ പരിചയപ്പെട്ടു, അങ്ങനെയാണ് പേരെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീനി എന്ന് പറഞ്ഞ SD ഉള്ള ചെന്നൈയിലുള്ള പുള്ളി എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ മറന്നുപോയി, നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഓർക്കില്ല, അങ്ങനെ മറന്നുപോയി. അപ്പോൾ MIT-യിൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബജാജ് CT 100 പോവാം, നിങ്ങൾക്കൊരു ബജാജ് ചേതക്കിൽ വേണമെങ്കിൽ പോകാം. ചേതക്ക് ഞാൻ പറയില്ല, ബിക്കോസ് അത് ചെറിയ ടയറാണ്. ഒരു സ്കൂട്ടർ ഞാൻ പറയില്ല, സ്കൂട്ടറിൽ പോകുന്നവരുമുണ്ട്. പിന്നെ അതിനൊന്നും ഞാൻ ഇത് പറയണ്ട. നിങ്ങളുടെ മൈൻഡാണ് നിങ്ങൾക്ക് എങ്ങനെ പോകണമെന്നുള്ളത്. എങ്ങനെ വേണം പോകാം, എനി 2 വീലർ യു ചൂസ്, അത് നിങ്ങൾക്ക് പോകാം. പക്ഷേ നിങ്ങൾ എപ്പോഴും മാനിക്കേണ്ട ഒരു കാര്യം, യു ആർ എൻറ്ററിങ് ടു എ ഫോറിൻ പ്ലേസ്. അതായത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പരിചിതമല്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ചിലപ്പോൾ ഒരു വളവിൽ ലോറി ഇട്ടേക്കാം, ചെന്ന് ഇടിച്ചിട്ട് നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്ത് തന്നെ പോകണം. ഞാനത് പറയാനുള്ള റീസൺ, നമ്മൾ ഗുജറാത്ത് വഴിയും രാജസ്ഥാൻ വഴിയൊക്കെ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ പോലും ചില വളവുകളിൽ പശു കയറിയും കിടക്കും. നമ്മളുടെ ഇവിടുത്തെ രീതിയിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓണറിനെ വിളിച്ച് ചീത്ത വിളിക്കും. അവിടെ എന്ന് പറഞ്ഞാൽ പശു എപ്പോൾ വേണോ ചാടാം, എന്ത് വേണോ സംഭവിക്കാം. നമ്മൾ അതുകൊണ്ട് നല്ല സേഫ്റ്റി ഇത് നോക്കിയിട്ടേ ടേൺ എടുക്കാവൂ. ഹൈവേയിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. എവിടെയായിരുന്നാലും ഏത് വണ്ടി എങ്ങനെ വേണോ വരാം, ആരുമായിട്ട് മത്സരിക്കാൻ പോകരുത്. ഒരു വണ്ടി ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അവനെ തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പോകരുത്. ഒരു മത്സര ബുദ്ധി വേണ്ട, കാമായിട്ട്. ഇപ്പം നിങ്ങൾ കംഫർട്ടബിളാണ് 60 പോവുക, 60 തന്നെ പോവുക, അല്ലെങ്കിൽ ഒരു 80. ഇപ്പോൾ എൻ്റെ കംഫർട്ട് സ്പീഡെന്ന് പറയുന്നത് 80 to 100 ആണ്. ഇപ്പോൾ പുതിയ SD പോകുമ്പോൾ ഞാൻ 110 വരെ പോകും, അതിനപ്പുറം ഒന്നും പോകില്ല. വണ്ടി കൂടുതൽ പോകുമായിരിക്കും. എന്തിന്? എൻ്റെ കംഫർട്ടിൽ ഞാൻ ഓടിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ജാവ ഉണ്ട്, 69 ആണോ 68 ആണോ എനിക്ക് ഇയർ ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ ഒരു ജാവയുണ്ട്. ആ ജാവയിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് 60 ആണ്. എന്നാൽ റോഡ് കിങ് ഉണ്ട്, റോഡ് കിങ്ങിൽ എനിക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറഞ്ഞാൽ 70 to 80 ആണ്. CL2 ഉണ്ട് 70 to 80. 350 പോകുമ്പോൾ ഞാൻ 90, 100 പിടിക്കും. 350 എന്ന് പറയുന്നത് അത് ഒരു എൻ്റർലി ഡിഫറെൻ്റ് ഒരു ബൈക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൻജിൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ എൻജിനല്ല, വെളിയിൽ നിന്ന് വന്ന എൻജിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് വേറെയാണ്. അപ്പോൾ ഓരോ വണ്ടിയുടെയും അതിൻ്റേതായ, അത് 120 കയറും 130 കയറുമെന്ന് പലരും വന്ന് തള്ളാറുണ്ട്. എൻ്റെ വണ്ടിയും കയറുമായിരിക്കും, ഞാൻ നോക്കാറില്ല. എനിക്ക് കംഫർട്ടായിട്ടുള്ള സ്പീഡ് ആണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ ചോദിച്ചില്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരോട് ഒരു അഡ്വൈസും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതാണ് നിങ്ങളുടെ അതായത് പഠിക്കുന്ന കുട്ടികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. EMI അടയ്ക്കണത് ഇതുമല്ല.
ഇപ്പം ഒരു ബൈക്കിനെയും കോട്ട് ചെയ്തല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഒരു മന്ത്രി ഇടയ്ക്ക് പഴയ കാലത്തെ മന്ത്രി പറഞ്ഞു ആ ഒരു ബ്രാൻഡ് ബൈക്കുകൾ എടുത്തവരാരും ഫസ്റ്റ് സർവീസ് ചെയ്തില്ല, എല്ലാം മരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, എല്ലാ ബൈക്കിനും അതിൻ്റേതായ ഒരു പേർപ്പസ് ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഒരാളെയും തോപ്പിച്ചോടിക്കേണ്ട ഒരു വണ്ടിയല്ല. അതിന് അതിൻ്റേതായ ഒരു ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സിൽ ഇരുന്നാണ് അത് ഓടിക്കാൻ. പൾസർ എല്ലാവരും എൻ്റെ കുറേ ഫ്രണ്ട്സ് പലരും പറയുന്ന ഒരു കാര്യമാണ്, പൾസർ ഉള്ളവർ ആടിച്ചു കയറത്ത് ഫസ്റ്റ് സർവീസിന് മുമ്പ് ഫസ്റ്റ് സർവീസ് കറക്റ്റ് കൃത്യ സർവീസും കറക്റ്റ് അവർ പറയുന്ന ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ചാത്തന്നൂരിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ വണ്ടി 80,000 കിലോമീറ്റർ വരെ എഞ്ചിൻ തുറന്നിട്ടില്ല. പക്ഷേ എത്ര വണ്ടി 80,000 കിലോമീറ്ററിൽ എഞ്ചിൻ പൊളിച്ചിട്ടുണ്ട്? 20,000 പൊളിച്ച വണ്ടികളറിയാം, 10,000 പൊളിച്ച വണ്ടികളറിയാം. അപ്പോൾ ഇതൊന്നും വണ്ടിയുടെ കുറ്റമല്ല, നിങ്ങൾ ഹൗ യു മെയിൻറ്റെയിൻ ദ ബൈക്ക്. അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ യു മെയിൻറ്റെയിൻ ദാറ്റ് ബൈക്ക്. പിന്നെ ഈ മിറർ, നമുക്ക് രണ്ട് സൈഡിലും മിറർ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ്. അപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് ചില രജിസ്ട്രേഷൻ, എൻ്റേത് KL1 ആണ് ഇവിടെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്തിൻ്റെ സബേബ്സിലുള്ള പല വണ്ടികളിലും അത് ആ ഏരിയ പറയുന്നില്ല, അവർക്കതൊരു ഇൻസൾട്ടായിട്ട് തോന്നാം. ആ വണ്ടി നമ്പർ കാണുമ്പോൾ എനിക്കറിയാം ഒരു വെകളി ആയിരിക്കും എന്നുള്ളത്. ഒന്ന് രണ്ട് രജിസ്ട്രേഷൻ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന രജിസ്ട്രേഷനിലുള്ള വണ്ടികളുടെ നമ്പർ സൂക്ഷിച്ചോളാം. കൃത്യം എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ മിറർ ഇങ്ങനെ അകത്തേക്ക് മടക്കി വയ്ക്കുമ്പോൾ അവർ കാണുന്നൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വണ്ടിയുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ മിറർ തട്ടുന്നു. അതാണ് അവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം അവർ ഭയങ്കര കിടിലൻ റൈഡേഴ്സ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂലോക തോൽവികളാണ് ഇവരൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈ മിറർ തട്ടണമെങ്കിൽ അവൻ്റെ ഹാൻഡിലും തട്ടും. ഹാൻഡിലിൻ്റെ അതേ പ്രൊപ്പോർഷനായിട്ടാണ് മിറർ ഇരിക്കുന്നത്. മിറർ ശകലം വെളിയിലോട്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ശകലം വെളിയിലോട്ടാണ് ഇരിക്കുന്നത് ഈ മിറർ എന്ന് പറഞ്ഞ സാധനം. ആ മിററിനെ പിടിച്ച് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇവർ വണ്ടി ഓടിക്കും. അതും ഇങ്ങനെ ഇടയിൽ കൂടെ. അവർ വിചാരിക്കുന്ന വണ്ടി പൊളയാനുണ്ടെന്നാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ആളുടെ ബോഡിയാണ് പൊളണത്, വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് പോണത്. ഈ ഒരു ചിന്താഗതി ഈ ജനറേഷനിൽ വണ്ടി ഓടിക്കണവർ മാറ്റണം. പിന്നെ ഒരു വണ്ടിയെ നമ്മൾ അബദ്ധത്തിനൊന്ന് സുഖിച്ചൊന്ന് വണ്ടി ഓടിച്ച് ഒന്ന് സ്പീഡെടുത്ത് ഒന്ന് ഗിയർ മാറി പോയി കഴിഞ്ഞാൽ ഉടനെ വന്നങ്ങ് ഓവർടേക്ക് ചെയ്ത് ട്രോഫി വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും. അത് കേരളത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് എനിക്കറിയാം ഏതൊക്കെ സ്ഥലത്താണ് ഇത് പറഞ്ഞതെന്ന്. കൊല്ലത്തുണ്ട് ഇതേ പ്രശ്നം. കൊല്ലത്ത് ഒരു സ്ഥലത്ത്, ഒരൊറ്റ സ്ഥലം, അവിടെ ഈ പ്രശ്നമുണ്ട്. ഞാൻ സ്ഥലം പറയാത്തത് വേറൊന്നുമല്ല, അതാണ് RX 100 എന്ന് പറയുന്ന ബൈക്കാണ് ഞങ്ങൾക്ക് അതിൽ മെയിൻ ഒരു കോമൻറ്റ്. നമ്മൾ ഒന്നിച്ചൊന്ന് പോവുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മൾ ഇവിടെ നിന്ന് എറണാകുളം പോണതിൻ്റെ ഇടയിൽ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഒരു 200 മീറ്റർ ഫ്രണ്ടിൽ പോയിട്ട് നിർത്തിയിട്ട്, കാരണം വീട്ടിൽ നിന്ന് ഒരു 50 രൂപ 100 രൂപയാണ് പെട്രോൾ കിട്ടണം. ആ പെട്രോൾ അതിൽ വെച്ചിട്ട് മാക്സിമം ഷോ കാണിച്ചിട്ട് തിരിച്ചു വിട്ടുകളാം. ഇതിലോട്ടൊന്നും പോകാതെ നിങ്ങൾ മര്യാദയ്ക്ക് എടുത്ത് പോവുക. പിന്നെ അടുത്തൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം ഭീകരമായിട്ട് കൂടുന്നു, യുവജനം. നിങ്ങൾക്കൊരു വണ്ടി ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഈ ഡ്രഗ്സിന് കൊടുക്കുന്നതിൻ്റെ പകുതി പൈസ മതി ഇത്. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം, ശരീരത്തിന് സന്തോഷം, വീട്ടുകാർക്ക് സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷം. ഇതൊരു പ്രത്യേക അഡിക്ഷനാണ്. പക്ഷേ ഇതിനുവേണ്ടി ഓവറായിട്ട് ടൈമും പൈസയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു യാത്ര നിങ്ങൾ സൂചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ്. ഓക്കെ, അപ്പോഴേ സമയമായി